ട്രെയിനിങ് കാലഘട്ടത്തിൽ ജെ-ഹോപ്പ് ഒരിക്കൽ ഗ്രൂപ്പ് വിടാൻ തീരുമാനിച്ചിരുന്നു. കഠിനമായ പരിശീലനവും ഭാവിയിലുള്ള അനിശ്ചിതത്വവുമാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. ആ സമയത്ത് ജങ്കൂക്കും മറ്റ് അംഗങ്ങളും കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞു. ഹോബി ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് ആറം ബിഗ് ഹിറ്റിനോട് പറഞ്ഞതും ചരിത്രമാണ്. തുടക്കകാലത്ത് ചില ആളുകൾ ജെ-ഹോപ്പിന്റെ രൂപത്തെ പരിഹസിച്ചിരുന്നു. ഒരു കെ-പോപ്പ് ഐഡിയൽ ആകാനുള്ള ലുക്ക് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ വരെ നടത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. ജെ-ഹോപ്പ് ഒരു ഡാൻസർ ആകുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന് തുടക്കത്തിൽ താല്പര്യമില്ലായിരുന്നു. തന്റെ കരിയർ തെളിയിക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പിൽക്കാലത്ത് തന്റെ വിജയത്തിന് പിന്നിലെ അമ്മയുടെ ത്യാഗത്തെക്കുറിച്ച് മാമ എന്ന പാട്ടിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ജെ-ഹോപ്പ് ഒരു സ്ട്രീറ്റ് ഡാൻസർ ആയിട്ടാണ് ബിഗ് ഹിറ്റിൽ എത്തിയത്. എന്നാൽ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് റാപ്പർ എന്ന റോളാണ് ലഭിച്ചത്. സംഗീതത്തെക്കുറിച്ചും റാപ്പിങ്ങിനെ കുറിച്ചും ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് കഠിനമായി പരിശ്രമിച്ചാണ് അദ്ദേഹം ഇന്ന് കാണുന്ന മികച്ച റാപ്പറും പ്രൊഡ്യൂസറുമായി മാറിയത്. ആ പഠനകാലം അങ്ങേയറ്റം സമ്മർദ്ദമുണ്ടാക്കുന്നതായിരുന്നു. ജെ-ഹോപ്പ് എന്ന പേര് സ്വീകരിച്ചത് മുതൽ ആരാധകർക്ക് മുന്നിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നൊരു ഭാരം അദ്ദേഹം സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. തന്റെ ഉള്ളിലെ സങ്കടങ്ങൾ പുറത്തു കാണിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മാനസികമായി വലിയൊരു വെല്ലുവിളിയാണെന്ന് അദ്ദേഹം തന്റെ ഡോക്യുമെന്ററികളിലും മറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് അദ്ദേഹം ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളുടെ സൺഷനായി മാറിയത്.